അങ്ങനെ അടിക്കണ മക്കളെ, അല്ല അടിച്ച് മുറിക്കട്ടെ. പോരട്ടെ. നമ്മുടെ ഈ ഒരു കലോത്സവത്തിൻ്റെ പങ്കാളിയായ പ്രിയപ്പെട്ട തിരുഹൃദയ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ആലീസ് മണിയങ്ങാട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പോരട്ടെ. നമ്മുടെ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് BEd കോളേജ് പ്രിൻസിപ്പൽ ആദരണീയായ റിച്ചുമോൾ ടീച്ചറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദീപിക ബാലസഖ്യം ദേശീയ കോർഡിനേറ്റർ പ്രിയപ്പെട്ട വർഗീസ് കൊച്ചുകുന്നേൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ പ്രോഗ്രാം മാനേജർ സിസ്റ്റർ റാണി ജോ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കാം. പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനായി ദീപു സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ ഏരിയ ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചിറച്ചനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. DCL SOB കൾച്ചറൽ ഫെസ്റ്റിൻ്റെ സമ്മാനദാന ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുക. ദൈവമേ ഞാനിൻ സവിതേ കോപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാനിൻ സവിതേ കോപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാനേ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ ഞാനിൻ സവിതേ കൂപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ഈ സ്നേഹോത്സവ് 2026 സമാപന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വർഗീസ് കൊച്ചുകുന്നേൽ നാഷണൽ കോർഡിനേറ്റർ DCLൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ടുള്ള വർഗീസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയനായ റോയിച്ച, ആമുഖ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ, നമ്മുടെ ഫ്രാൻസിസ് അച്ച, സിസ്റ്റർ ആലീസ്, റിറ്റി മാഡം, സിസ്റ്റർ റാണി, ദീപു ജോൺ സാറ്, പ്രിയപ്പെട്ട ജെ കപൂർ സാറ്, വേദിയിലും സദസ്സിലും ഉപേക്ഷ അയക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട
കുട്ടികളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ദീപിക ബാലസഖ്യവും ദീപികയുമൊക്കെ ഈ വേദിയിലേക്ക് നിൽക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ച സ്പെഷ്യൽ ഫെസ്റ്റ് അതിൻ്റെ സമാപന വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദീപികയും ദീപിക ബാലസഖ്യവും ഒക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് ഈ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ സ്കൂളിൽ നമ്മൾ ഇന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കലാവിരുന്ന്, കുട്ടികളുടെ കലാവിരുന്ന് ഇവിടെ അവതരിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്ക് എത്രയോ മനോഹരമായ രീതിയിൽ അവരവരുടെ പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മെ വിസ്മയിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികളെ അഭിനന്ദിക്കാതിരിക്കുവാൻ വയ്യില്ല. എല്ലാ കുട്ടികളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചേട്ടൻ പറയുന്നത് പോലെ നമ്മുടെ മത്സരങ്ങളിൽ മറ്റൊരാളെ തോൽപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് വിജയിക്കുന്നൊരു മത്സരമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടി നമ്മളുള്ള മത്സരമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും വിജയിപ്പിക്കാം. നമുക്കറിയാം, ദീപിക ബാലസഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 25 ലക്ഷത്തോളം കുട്ടികൾ നമ്മളോടൊപ്പം, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ട് എന്ന വസ്തുത കൂടി അവസരത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ഈ സമൂഹത്തിലെ 25 ലക്ഷത്തിലധികം ദീപിക ബാലസഖ്യത്തിൻ്റെ അംഗങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങളോടൊപ്പമുണ്ട് എന്ന വസ്തുത ഇവിടെ പറയുമ്പോൾ ഏറെ ചരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, ദീപിക ബാലസഖ്യത്തിൻ്റെ 1 ലക്ഷം പുഷ്പമേള ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പാലായിൽ വെച്ചായിരുന്നു പ്രോഗ്രാം നടന്നത്. അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയ വിപുലമായ പരിപാടികൾക്കാണ് നമ്മൾ ആരംഭം കുറിക്കുന്നത്. ആ പരിപാടികളൊക്കെ ഈ നമ്മുടെ പ്രിയപ്പെട്ട സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് അതിനകത്ത് ഒരിടമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ദീപിക ബാലസഖ്യത്തിൻ്റെ താങ്ങും തണലുമായി എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, സ്പെഷ്യൽ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൊച്ചേട്ടൻ്റെ സേവനത്തെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. തൻ്റെ ആയുസ്സും ആരോഗ്യവുമെല്ലാം അച്ഛനെ, ദീപിക ബാലസഖ്യത്തിന് സ്പെഷ്യൽ സ്കൂളിനും വേണ്ടി ചിലവഴിക്കുകയാണ്. അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വേദിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ റോയി വടക്കേലച്ചനാണ്. ചെയർമാൻ AID അസോസിയേഷൻ ഓഫ് ദി ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് സ്പെഷ്യൽ സ്കൂളിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോയി അച്ഛൻ, തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനമാണ്. സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രവർത്തനം മികവ് തെളിയിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റോയി അച്ഛനെ, നമ്മുടെ റോയി വടക്കേലച്ചനെ നിങ്ങളെല്ലാവരുടെയും പേര് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതമായി സംസിക്കുന്നു. ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജയ് കപൂർ സാറ്, നമുക്കറിയാം ഈ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ കുട്ടികളെയും, അതോടൊപ്പം തന്നെ അവരെ നോക്കുന്ന, അവരെ പരിരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകർ, ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജെ കപൂർ സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഫ്രാൻസിസ് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നന്ദിയുടെ വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ സമൂഹത്തിന് വേണ്ടി ഒത്തിരി നന്മ തരുന്ന അച്ഛനാണ്. കാരണം പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരോടൊപ്പം അണിചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി തൻ്റെ കഴിവും ആരോഗ്യവും ആയുസ്സുമൊക്കെ ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുകയും എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കാനും ബുദ്ധിമുട്ട് ഒന്നും കാര്യമാക്കാതെ തന്നെ
തൻ്റെ പ്രവർത്തന നിരതമായ ജീവിതശൈലി കൊണ്ട് നമ്മയൊക്കെ ധന്യരാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെ നിങ്ങളെല്ലാവരുടെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൈച്ച് കോളേജിൻ്റെ പ്രിൻസിപ്പള് സിസ്റ്റർ ആലീസ് ഉണ്ട്. സിസ്റ്ററിനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. BEd കോളേജിൻ്റെ പ്രിൻസിപ്പള് പ്രിയപ്പെട്ട റിറ്റി മാത്യു മേഡത്തിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വേദിയിരിക്കാൻ സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒക്കെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട റാണി സിസ്റ്ററിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വേദിയിലേക്കാൻ സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ദീപു ജോൺ സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വേദിയിരിക്കാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലും സദസ്സിലുമായിരിക്കും ധാരാളം വിശിഷ്ട അതിഥികളുണ്ട്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്നത്തെ വിജയികളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകളാണ്. നല്ല കഴിവുള്ള പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിവുള്ള ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ കുട്ടികളെക്കാളും മികവാർന്ന രീതിയിൽ വേദിയിൽ അവരുടെയൊക്കെ കഴിവുകളെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ആദ്യമായിട്ട് ഈ വേദിയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അവർക്കെല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമുക്കറിയാം, ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ ജോലിയല്ല, ഭാരിച്ച ഉത്തരവാദിത്വമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അധ്യാപകരും നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ സേവനത്തെ എത്ര പറഞ്ഞാലും മതിവരാത്ത സേവനമാണ്. ദൈവത്തിൻ്റെ കരവിരുതുകളെ കയ്യൊപ്പുകൾ നേടിയിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. തീർച്ചയായിട്ടും ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവരെയൊക്കെ പരിശീലിപ്പിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും സ്വാഗതം ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. ആമുഖ പ്രഭാഷണത്തിനായിട്ട് TCLൻ്റെ കൊച്ചേട്ടനും സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരതിൻ്റെ കേരളയുടെ ഏരിയ ഡയറക്ടറുമായ റവറൻ ഫാദർ റോയി കണ്ണഞ്ചിറയെ ഏറ്റവും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മക്കളെ,